ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂക്ക് 390 പൊളിച്ചെടുക്കാൻ പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പൊളിച്ചെടുക്കാൻ പോവാണ്. ലൈക്ക് വണ്ടിയിൽ നല്ല പുകയുണ്ട്. നല്ല പുകയില്ല, ചെറുതായിട്ട് പുക പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓണറിന് അതിൻ്റെ പിസ്റ്റൺ റിങ്സ് മാറുമെന്നൊരു ഡൗട്ട്. നമുക്കതങ്ങ് ക്ലിയർ ചെയ്ത് കൊടുക്കാം. എന്ത് പറയുന്നു? ഒന്നും പറയാനില്ല. കണ്ടുപിടിക്കുക. അപ്പം നമുക്കിനി ഇത് വണ്ടിയുടെ ഇതാണ് അവൻ്റെ ഡ്യൂക്ക് 390. ഇപ്പം എല്ലാം സെറ്റാക്കി തരാമെന്നാണ് അവൻ പറയണത്. ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ ഇതിന്റെ ബാറ്ററി ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ കൊടുത്ത് ഗൈസ് എന്താ ഫസ്റ്റ് ബാറ്ററി അയക്കാൻ പോണേ. എന്നിട്ട് നമുക്ക് വണ്ടി കത്തിക്കാന്ന് പറയുന്നത്. ഇത് പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഓയിലൊക്കെ കത്തുന്നെന്നാണ് അവൻ പറയുന്നത്. ചെറിയൊരു അത് കാണിച്ചു. എന്തിനാണ് പുക വരുമോ? കഴിച്ച ബാറ്ററി സ്റ്റാർട്ടാക്കാൻ നോക്കണേ. ഇന്ന് വല്ലതും നടക്കുമോ? അതെ, വണ്ടി സ്റ്റാർട്ടായി കഴിച്ച് സെറ്റൊക്കെ എത്തി. പുകയുണ്ട്. ഓഫ് ചെയ്തോ. നമ്മൾ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ടൈം ലാപ്സ് ആയിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ടൈം ലാപ്സ് കാണാം. അപ്പോൾ നമ്മൾ ഡ്യൂക്കിൻ്റെ എഞ്ചിനൊക്കെ ഇറക്കിയായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ടൈം ലാപ്സ് അവസാനം ഇപ്പോൾ റെക്കോർഡ് തന്നെ ഓഫായി, അവിടെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് സാധനം ഫുള്ള് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡ്യൂക്ക് നേക്കഡ് ഫ്രെയിം വൈബാണ്. ഈ എഞ്ചിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓയിൽ ലീക്ക് ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. വേറെ വലിയ പ്രശ്നമൊന്നും കാണാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ടുണ്ടാവും, വേറെ അങ്ങനെയൊന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ നിന്നൊക്കെ ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഓയിലിൻ്റെ അംശം കാണുന്നുണ്ട്. ലീക്കാണോ എന്താണെന്ന് അറിയത്തില്ല. ബാക്കിയെല്ലാം സെറ്റാണ്.
യെസ്, ഇതാണ് നമ്മുടെ KTM 390 BS4 എഞ്ചിൻ. അപ്പോൾ ഇതിപ്പോൾ ഡിസ്മാൻഡലിങ് വീഡിയോ ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇനി അടുത്ത എഞ്ചിൻ ഡിസ്മാൻഡിൽ ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു ഇട്ടാണ്. ബൈ ബൈ.